നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവനിൽ അറ്റ് ഹോം വിരുന്ന് നടക്കും. റിപ്പബ്ലിക് ആഘോഷത്തിനോടനുബന്ധിച്ചാണ് രാജ്ഭവനിൽ ഗവർണർ ഇന്ന് വിരുന്ന് ഒരുക്കുന്നത്. വൈകിട്ട് 6 മണിക്കാണ് വിരുന്ന്. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇവർ പങ്കെടുക്കാൻ എത്തുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. രാജ്ഭവന് 20 ലക്ഷം രൂപ ഈ ഒരു വിരുന്നുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസങ്ങളാണ് പുറത്തുവന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കാൻ വേണ്ടിയായിരുന്നു ഗവർണർക്ക് 20 ലക്ഷം രൂപ അനുവദിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിനോടനുബന്ധിച്ച് രാജ്ഭവനിലാണ് 20 ലക്ഷം രൂപയുടെ വിരുന്ന്. അറ്റ് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിപാടിക്ക് 20 ലക്ഷം ഫണ്ട് അനുവദിക്കണമെന്ന് രാജ്ഭവൻ ഡിസംബർ 22-ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ജനുവരി 5-ന് പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകി. തുടർന്ന് ഈ മാസം 21-ന് അധിക ഫണ്ട് അനുവദിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ വക ഉത്തരവും ഇറക്കി. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചതെന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ 20 ലക്ഷം രാജ്ഭവന് ട്രഷറിയിൽ നിന്ന് ഉടൻ തന്നെ കിട്ടും എന്ന സ്ഥിതിയായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കാണ് ട്രഷറി നിയന്ത്രണമെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ആയതോടെ 1000 രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറുന്നില്ല. ഗവർണർ, മുഖ്യമന്ത്രി ഇവരുടെ ചെലവുകൾക്ക് മാത്രമാണ് ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ പാസാക്കി കൊടുക്കുന്നത്. രാജ്ഭവനിൽ പൗരപ്രമുഖർക്കായി ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രിയും കുടുംബവും പങ്കെടുക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ചോദ്യത്തിന് ഇപ്പോൾ വളരെ പ്രസക്തിയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു ഉടക്ക് തന്നെയാണ് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ നിൽക്കുന്നത്. പല പരിപാടികൾ, ഇവർ ഒന്നിച്ചെത്തിയ പല പരിപാടികൾ നമ്മളത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പരസ്പരം അടുത്തിരുന്നിട്ട് പോലും മുഖത്തോട് മുഖം നോക്കാതെയോ ഒരു അഭിസംബോധന പോലും ചെയ്യാതെയോ ഇരുവർക്കും ഇടയിലുള്ള ശീതയുദ്ധം തുടരുകയാണ്. ഇത് പല വേദികളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംബന്ധിച്ചു. തൊട്ടടുത്തിരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം മിണ്ടിയില്ല. മടങ്ങുമ്പോൾ ഗവർണർ തൊഴുതെങ്കിലും ഗൗനിക്കാതെ മുഖ്യമന്ത്രി മന്ത്രിമാരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയപ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടയിലും ഇരുവരും അടുത്തടുത്തിരുന്നിട്ടും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതിരുന്നത്. ഇരുവർക്കും ഇടയിലുള്ള വിയോജിപ്പ് പ്രകടമാണ്. ഗവർണറോടൊപ്പം മന്ത്രി V ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്തെ ചടങ്ങിൽ പങ്കെടുത്തത്. ഗവർണർ പതാക ഉയർത്തി രാവിലെ 9 മണിക്ക് ഗവർണർ വേദിയിലെത്തിയിരുന്നു. ഗവർണർ മലയാളത്തിൽ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭാഗ്യ ഇടപെടലുകൾ അക്കാദമിക് മേഖലയെ മലിനമാക്കുന്നു. ഭാഗ്യ ഇടപെടലില്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭാഗ്യ ഇടപെടലുകൾ അക്കാദമിക് മേഖലയെ മലിനമാക്കുന്നു എന്നതടക്കമുള്ള വിമർശനം അദ്ദേഹം ഇവിടെ നടത്തി. ഇനി എല്ലാ കണ്ണും ഉറ്റുനോക്കുന്നത് രാജ്ഭവനിൽ നടക്കുന്ന വിരുന്നിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.